എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ശത്രുദോഷമുണ്ട്. ശത്രുദോഷമില്ലാത്ത മനുഷ്യരില്ല അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ശത്രുദോഷത്തിനുള്ള വഴിപാടായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ ശത്രു കൊണ്ടുപോയതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു പിടിക്കാം. അത് ഈ പറയുന്ന പോലെ കാളി അനുഗ്രഹത്താൽ നമുക്ക് നമ്മളെ തകർക്കാൻ ഇരിക്കുന്ന ശത്രുക്കൾ, ആഭിചാരങ്ങൾ, ഈ പറയുന്ന മട്ട് മാരണം, നമ്മളെ നാശം കണ്ട ഇടങ്ങളിൽ നിന്ന് ശത്രുക്കൾ പലവരും നമുക്കെതിരെ മോശമായ കാര്യങ്ങൾ ചെയ്തിടാറുണ്ട്. എങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അരം പ്രാകുക. എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം, നമ്മൾ കാണുന്നുണ്ട്. ഒരു സീരിയലാണെങ്കിലും ഒരു സിനിമയാണെങ്കിലും ഈ പറയുന്ന ശത്രുക്കൾ മോശമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് സമയം മാറുന്നതനുസരിച്ച് ഈ പറയുന്ന ചെയ്തവർക്ക് തിരിച്ചടിയും കിട്ടും. അതൊരു പ്രകൃതി നിയമമാണ് അല്ലേ? നമ്മൾ ഒത്തിരി സിനിമയിലാണെങ്കിലും സീരിയലുകളാണെങ്കിലും അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, വീണ്ടും ഇവർക്ക് ഈ പറയുന്ന അനുഭവങ്ങൾ കിട്ടും, വീണ്ടും ഈ പറയുന്ന മനുഷ്യർ എന്തിനാണ് മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കുന്നത് അല്ലേ? അതൊരു ചോദ്യം തന്നെയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്, അവർക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല. അപ്പോൾ ഈ ശത്രുദോഷം നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ആൾക്കാർ തകർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും കരകയറുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ജ്യോതിഷന്മാരെ കാണുമ്പോൾ ശത്രുതയെ നമ്മളെ പൊതിനിട്ടേക്കുവാണ്. ഇല്ലെങ്കിൽ കഴിക്ക് ഒരടുത്തുള്ള ക്ഷേത്രത്തിൽ 5 പാത്രം ഗുരുതി, ഇല്ലെങ്കിൽ അവിടെ വഴിപാടൊക്കെ ജ്യോത്സ്യൻ എഴുതി തരും. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ ഈ പറയുന്ന ശത്രുദോഷമൊന്നും മാറുന്നില്ല. അപ്പം ശത്രു നമുക്കെതിരെ ഏത് രീതിയിലാണ് ഈ പറയുന്ന പോലെ നമുക്ക് പണി വെച്ചേക്കുന്നത്, ആ പണി നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ അവർക്കിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകും, ഞാൻ ഉദ്ദേശിച്ച ആൾ നിസ്സാരക്കാരനല്ല. അങ്ങനെ വേണം ശത്രുവിൻ്റെ ദോഷം മാറ്റാൻ. അതിനൊരു ചെറിയൊരു കാര്യമുള്ളൂ. ഒരു മുട്ട എടുക്കുക. മുട്ട എന്ന് വെച്ചാൽ കരിങ്കോഴിയുടെ മുട്ട എടുത്തിട്ട് ഭദ്രകാളിയെ പ്രാർത്ഥിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസവും കറുത്തവാവ് വരുന്ന ദിവസമുണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏത് വിധത്തിലുള്ള ശത്രുദോഷമാണെന്ന് 21 തവണ തലക്കൊഴിഞ്ഞിട്ട് തെക്കോട്ട് നോക്കി കരിങ്കലി എറിഞ്ഞ് പൊട്ടിക്കുക. കരിങ്കോഴിയുടെ മുട്ടയായിരിക്കണം. മുട്ടയെടുത്തിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏത് ശത്രുവാണോ നമുക്കെതിരെ നശിപ്പിക്കാൻ നിൽക്കുന്നത്, അതായത് ഒരിക്കലും നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കേണ്ട കാര്യം ശത്രുവിൻ്റെ ദോഷം മാറ്റി തരിക, അല്ലെങ്കിൽ ശത്രുവിന് അങ്ങനെ പണി കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അത് തെറ്റാണ്. അത് നമുക്കെതിരെ എന്ത് ദോഷമാണ് അവർ ചെയ്യുന്നത് അതൊക്കെ അവർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വേണം 21 തവണ കരിങ്കോഴിയുടെ മുട്ട എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തെക്കോട്ട് വലിച്ചെറിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന ശത്രുവിൻ്റെ ദോഷം മാറത്തുള്ളൂ. അപ്പോൾ അത് എല്ലാ ഭക്തജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറയുന്നത് അത് വെള്ളിയാഴ്ചയോ കറുത്തവാവ് വരുന്ന ദിവസമായിരിക്കും ഈ പറയുന്ന ശത്രുവിൻ്റെ ഈ പറയുന്ന ദോഷത്തിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത്. ഒരു മുട്ട മതി. ഒരു മുട്ട എടുത്തിട്ട് 21 തവണ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ശത്രുദോഷം മാറുന്നത് പ്രാർത്ഥിക്കുക. അപ്പോൾ ചില ആൾക്കാർ പറയും, മുട്ട ഒഴിഞ്ഞാൽ എങ്ങനെ ഈ ശത്രുദോഷം മാറുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ആൾക്കാരൊക്കെ മുട്ട എഴുതി ശത്രുദോഷം പറയുക. ഞാനൊരു കാര്യം അതിന് മനസ്സിലാക്കി തരാം. ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുന്നത് അത് ചില ആൾക്കാർ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എന്നെ പരീക്ഷിക്കരുത്. ഈശ്വരനെ, അതായത് ഭദ്രകാളിയുടെ അഷ്ടോത്തരമോ മന്ത്രങ്ങളോ ഈ പറയുന്ന പോലെ ചെയ്ത് ദേവിയോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൽ, അതായത് ദേവിയോടുള്ള വിശ്വാസത്തിൽ വേണം നമ്മളിത് ചെയ്യാൻ. ഞാൻ പറയുന്നത് കേട്ട് എന്നോടുള്ള വിശ്വാസം ചെയ്ത് ചിലപ്പോൾ കാര്യം പഠിക്കുന്നില്ല. നമ്മൾ എന്തും വേണ്ടി ഈശ്വരനെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൽ വേണം എൻ്റെ ശത്രുദോഷങ്ങൾ മാറിത്തരാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം നമുക്ക് തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറും, നമുക്ക് സാമ്പത്തികം കിട്ടും, എല്ലാ കാര്യങ്ങൾക്കും വിജയിക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ഇത്. ചില ആൾക്കാർ വരികയെ എൻ്റെ ശത്രു അടുത്ത വീട്ടിലുള്ളവനാ, ഞാൻ ഈ മുട്ട എറിഞ്ഞ അവന് ഒരു പണിയും കിട്ടിയില്ല, ഇതൊക്കെ ചുമ്മാതാണ് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനല്ല. നമ്മൾ നോക്കണം, നമ്മൾ ഈ മുട്ട കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാളത്തെ ഉള്ള ദിവസത്തിലെ പ്രശ്നങ്ങൾ മാറിയോ, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. തൊഴിലിന് പുരോഗതി, സാമ്പത്തികം, നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിയോ. പിന്നെ ശത്രുവിന് എന്താ ഏതാവേണ്ടതെന്ന് വെച്ചാൽ ഈശ്വരൻ കൊടുത്തോളൂ. അപ്പോൾ ഒന്നു മാത്രം എല്ലാവരും ചെയ്യുക, അമാവാസി വരുന്ന ദിവസമോ വെള്ളിയാഴ്ച വരുന്ന ദിവസമോ 8 മണിക്ക് ശേഷം ചെയ്യേണ്ട കർമ്മമാണ് ഇത്. ഒരു കരിങ്കോഴിയുടെ മുട്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് 21 തവണ കാളിയെ സങ്കല്പിച്ച് നമ്മുടെ ശത്രുദോഷം മാറുന്നു പറഞ്ഞ് മുട്ട എറിഞ്ഞ് പൊട്ടിക്കുക. എറിഞ്ഞ് പൊട്ടുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊട്ടിക്കില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ആള്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.